നമ്മുടെ മാങ്ങൻ്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ടോ. ഇന്നലെ നമ്മൾ മാങ്ങ ഒരുപാട് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല പ്രാവശ്യമാണ് ഇപ്രാവശ്യം പൂവിട്ടിട്ടുള്ളത്. ഒന്ന് മുറിച്ചപ്പോൾ ചിലതൊക്കെ എപ്പോഴും പച്ചയായിട്ട് ചിലത് പഴുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം മാങ്ങ. പിന്നെ പലർക്കും കൊടുക്കാനുണ്ട്, പഴുപ്പിക്കാൻ വെക്കണം. പിന്നെ ചിലത് മൂക്കാത്ത അച്ചാറിട്ട് വെക്കണം. ഇനി ഒരുപാട് ഇറക്കാനുണ്ട് കേട്ടോ. ഇന്ന് എനിക്കൊരു മാങ്ങച്ചാറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഒരു 3 കുപ്പി അച്ചാർ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി കഴുകി ഒരു തുണി വെച്ച് തുടച്ച് കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെത്ത് മാങ്ങ അച്ചാറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തുണിയൊക്കെ വെച്ച് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാര് മാങ്ങ റെസിപ്പി, അച്ചാറിൻ്റെ റെസിപ്പി കാണാം. നമ്മളൊരു 6 മാസം വരെ കേട് വരാതിരിക്കുക. ഒരു തുള്ളി വെള്ളം പോലും മാങ്ങയിൽ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ചെത്ത് മാങ്ങ അച്ചാറിന് വേണ്ടി ഒരു ദിവസം ഉപ്പിലിട്ട മാങ്ങയാണ്. അപ്പോൾ ഉപ്പ് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഉണങ്ങിയ കൈലുകളോ തവികളോ എടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഈ ഉപ്പ് വെള്ളം മാത്രം ഉപയോഗിക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഉപ്പ് മാങ്ങയിൽ ഇറങ്ങി വന്ന ഉപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് വെക്കുക. മാങ്ങ പെടാതെ. ഈ ഉപ്പ് വെള്ളത്തിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവില്ലതും എരിവില്ലാത്തതും കൂടെ ചേർത്തതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പൊടിച്ച ഉലുവ, കടുക്, മറ്റ് കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇട്ടത്തിൽ. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. എല്ലാം ടീസ്പൂണൊക്കെ ഉണങ്ങിയത് എടുക്കണം കേട്ടോ. ഒരു വെള്ളം പോലും പാടില്ല. കേട് വരാത്തൊരു അച്ചാറാണ്. ഒരു 3 കുപ്പി എനിക്ക് ഓർഡറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ഈ ഒരു ഉപ്പ് വെള്ളത്തിൽ തന്നെ കായപ്പൊടി എല്ലാം ചേർന്ന് നിൽക്കണം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, മറ്റ് കുറച്ച് പൊടികളെല്ലാം പൊടിച്ച് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ച് മാങ്ങയിൽ നന്നായി മിക്സ് ചെയ്യുക. കൂടെ നമുക്ക് കുറച്ച് നല്ലെണ്ണ തിളപ്പിച്ച് ഒഴിക്കാനും ഉണ്ട്. ഇതിലേക്ക് നമ്മൾ സുർക്ക മറ്റൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. സുർക്കൊന്നും ഒഴിക്കാത്ത നല്ലൊരു ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ്. ഇനി നമുക്ക് നല്ലെണ്ണ തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക.
നമ്മുടെ തിളപ്പിച്ച നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 6 മാസം വരെ കേട് വരാത്ത ചെത്ത് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൃത്തിയുള്ള ജാറിൽ, ഗ്ലാസിൻ്റെ ജാറിൽ ഇന്നൊരു ദിവസം അങ്ങനെ വെച്ചതിൻ്റെ ശേഷം പിറ്റേ ദിവസം നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം.